എല്ലാവർക്കും അസ്ത്രയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ എക്സാമിന് കുറെ ചോദിക്കുന്നതാണ്. അദ്ദേഹം ജനിച്ചത് 1878 അദ്ദേഹം മരിച്ചത് 1970 അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. ബർത്ത് പ്ലേസ് ഓഫ് മന്നത്ത് പത്മനാഭൻ ഈസ് പെരുന്ന. മന്നം മെമ്മോറിയൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് പെരുന്ന, ചങ്ങനാശ്ശേരി. അപ്പൊ പെരുന്നയായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കാനുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസും, രണ്ട് അദ്ദേഹത്തിന്റെ മെമ്മോറിയലും. അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ എവിടെ തന്നെയാണ്? പെരുന്ന, ചങ്ങനാശ്ശേരി. പെരുന്ന, ചങ്ങനാശ്ശേരി. The Renaissance leader who was known as മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള. മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന റിനൈൻസൻസ് ലീഡറാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചതാരാണ്? സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഭാരത കേസരി. ഭാരത കേസരി. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചതാരാണ്? ബഹുമതി കൊടുത്തത് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് മദൻ മോഹൻ മാളവ്യ, രണ്ട് ഭാരത കേസരി. മദൻ മോഹൻ മാളവ്യ എന്ന് പറഞ്ഞത് ആരാണ്? വിളിച്ചതാരാണ്? സർദാർ കെ എം പണിക്കർ. ഭാരത കേസരി എന്ന ബഹുമതി നൽകിയതാരാണ്? അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദ്. കേരള ഗാന്ധി, ഇതിന്റെ കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കാനുള്ളതാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണെങ്കിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. മൂന്നെണ്ണം ഓർത്ത് വെക്കൂ. കേരളത്തിലെ ഗാന്ധി കേരള ഗാന്ധി കെ കേളപ്പൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കേരള നെഹ്റു കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് NSS. NSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പെരുന്നയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് പെരുന്നയാണ്, മെമ്മോറിയൽ പെരുന്നയാണ്. NSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്? പെരുന്നയാണ്. 1914 ഒക്ടോബർ 31 NSS സ്ഥാപിതമായത്. അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പൻ. കെ കേളപ്പൻ. സെക്രട്ടറി ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആണ് മന്നത്ത് പത്മനാഭൻ. ഫസ്റ്റ് പ്രസിഡന്റ് കെ കേളപ്പൻ, സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSS was formed on the model of which organization? ഏത് ഓർഗനൈസേഷന്റെ മോഡലിലാണ് NSS രൂപീകരിച്ചത്? സർവൻസ് ഓഫ് സൊസൈറ്റി. സർവൻസ് ഓഫ് സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചത്. ഈ സർവൻസ് ഓഫ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലെ? ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് സൊസൈറ്റി, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. ഇതൊരു കൺഫ്യൂസിംഗ് ഫാക്ട് ആണ്, ഓർത്ത് വെക്കുക. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി ആരാണ്? ലാലാ ലജ്പത് റായ്. ഫോർമർ നെയിം ഓഫ് NSS. NSSന്റെ ആദ്യകാല നാമം നായർ സമുദായ ഭൃത്യജന സംഘം. നായർ സമുദായ ഭൃത്യജന സംഘം. നായർ സമുദായ ഭൃത്യജന സംഘം. അപ്പൊ NSS ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? NSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പെരുന്ന. രൂപീകരിച്ചത് 1914. 1914 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒക്ടോബർ 31. ഫസ്റ്റ് പ്രസിഡന്റ് കെ കേളപ്പൻ. ഫസ്റ്റ് സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. ഏത് ഓർഗനൈസേഷന്റെ മോഡലിലാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മോഡലില്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മോഡലില്. ഫോർമർ നെയിം എന്താണ്? നായർ സമുദായ ഭൃത്യജന സംഘം. നായർ സമുദായ ഭൃത്യജന സംഘം. ഇനി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ. സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി ആരുടെയാണ്? ലാലാ ലജ്പത് റായ്. ദ ഫസ്റ്റ് NSS കരയോഗം. അപ്പൊ NSS ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു 4 പോയിന്റ്സ് പഠിക്കാം. NSS കരയോഗം വാസ് ലൊക്കേറ്റഡ് അറ്റ് തട്ടയിൽ. കരയോഗം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തട്ടയിൽ, പത്തനംതിട്ട തട്ടയിൽ. ഫസ്റ്റ് സ്കൂൾ ഓഫ് NSS. NSSന്റെ ആദ്യത്തെ സ്കൂൾ എവിടെയാണ്? കറുകച്ചാൽ. കറുകച്ചാൽ. NSSന്റെ ആദ്യത്തെ ഹോസ്പിറ്റൽ എവിടെയാണ്? പന്തളം. പന്തളം. NSS മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആണ് പന്തളം. NSSന്റെ കോളേജ് എവിടെയാണ്? ചങ്ങനാശ്ശേരി. അപ്പൊ സ്കൂൾ എവിടെയാണ്? കറുകച്ചാൽ. സ്കൂൾ കറുകച്ചാൽ. കോളേജ് എവിടെയാണ്? ചങ്ങനാശ്ശേരി. ഹോസ്പിറ്റൽ എവിടെയാണ്? പന്തളം. NSS കരയോഗം നടന്നത് എവിടെയാണ്? ആദ്യം തട്ടയിൽ. ക്ലിയർ അല്ലേ? The social reformer of Kerala who opened his family
ടെമ്പിൾ ഫോർ എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ. മന്നത്ത് പത്മനാഭൻ ജാതി മതഭേദമന്യേ തന്റെ വീട്ടിലെ ടെമ്പിൾ, കുടുംബക്ഷേത്രം തുറന്നു കൊടുത്തിട്ടുള്ള നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ വാസ് നോമിനേറ്റഡ് ടു ശ്രീമൂലം പ്രജാസഭ ഇൻ 1921. 1921 അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. He became a member of Travancore Legislative Assembly in 1949. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആയത് 1949. അപ്പൊ 21 എന്താണ് ഉണ്ടായത്? ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. 1949 എന്താണ് ഉണ്ടായത്? ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറായി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അതിന്റെ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആയിരുന്നു ആര്? കെ കേളപ്പൻ. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി കെ കേളപ്പൻ. The Savarna Jatha. The Savarna Jatha to support the Vaikam Satyagraha was organized by മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. എവിടം തൊട്ട് എവിടം വരെയാണ്? വൈക്കം ടു തിരുവനന്തപുരം. വൈക്കം ടു തിരുവനന്തപുരം. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? 1924 നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. പേഴ്സൺ ഹു അഡ്വൈസ്ഡ് മന്നത്ത് പത്മനാഭൻ ടു സ്റ്റാർട്ട് സവർണ ജാഥ. സവർണ ജാഥ നടത്താൻ വേണ്ടി മന്നത്ത് പത്മനാഭനെ അഡ്വൈസ് ചെയ്തത് ആരാണ്? മഹാത്മാഗാന്ധി. The Savarna Jatha led by Mannathu Padmanabhan submitted the demand before Sethu Lakshmi Bai. ഡിമാൻഡ് സബ്മിറ്റ് ചെയ്ത ആർക്കാണ്? സേതു ലക്ഷ്മി ബായിക്ക് ആണ്. അപ്പൊ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സവർണ ജാഥ നടന്നത് 1924 വൈക്കം ടു തിരുവനന്തപുരം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടത്തിയ സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിനോട് സവർണ ജാഥ നടത്തണം എന്ന് അഡ്വൈസ് ചെയ്തത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പോയിട്ട് ആർക്കാണ് ഡിമാൻഡ് സബ്മിറ്റ് ചെയ്തത്? സേതു ലക്ഷ്മി ബായിക്കാണ്. ജീവശിഖ മാർച്ച്. സവർണ ജാഥ പോലെ തന്നെയാണ് ജീവശിഖ ജാഥ. അത് എന്തുമായി ബന്ധപ്പെട്ട് നടന്നതാണ്? വിമോചന സമരമായി ബന്ധപ്പെട്ട് നടന്നതാണ്. വിമോചന സമരം എഗെയിൻസ്റ്റ് EMS മിനിസ്ട്രി വാസ് ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന് പറയുന്ന വേറൊരു പേരാണ് ലിബറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ലിബറേഷൻ സ്ട്രഗിൾ എന്നൊക്കെ പറയാം. ഈ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു മാർച്ചാണ് ജീവശിഖ യാത്ര. ഡ്യൂറിംഗ് ലിബറേഷൻ സ്ട്രഗിൾ ജീവശിഖ മാർച്ച് വാസ് ലെഡ് ബൈ മന്നത്ത് പത്മനാഭൻ. എവിടെ തൊട്ടാണ്? അങ്കമാലി ടു തിരുവനന്തപുരം. 1959 അങ്കമാലി ടു തിരുവനന്തപുരം. അപ്പൊ വിമോചന സമരം നടന്നത് 1959 ജൂൺ 12 എന്നാണ്. 1959 ജൂൺ 12. അതേ വർഷം തന്നെ ഈ മാർച്ച് നടത്തി. എവിടെ നിന്ന് എവിടം വരെയാണ്? അങ്കമാലി ടു തിരുവനന്തപുരം. എന്തിനെതിരെയായിരുന്നു? EMS മിനിസ്ട്രിക്കെതിരെയായിരുന്നു. എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് കോസ് ഓഫ് ലിബറേഷൻ സ്ട്രഗിൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല് ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷണൽ ബില്ല്. അതിനെതിരെ അത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്ത്? വിമോചന സമരം നടന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. കോസ് ഓഫ് ലിബറേഷൻ സ്ട്രഗിൾ ദ എഡ്യൂക്കേഷൻ ബിൽ ബ്രോട്ട് ബൈ ജോസഫ് മുണ്ടശ്ശേരി ഹു വാസ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അറ്റ് ദ ടൈം. അപ്പൊ എന്തൊക്കെയാണ് ജീവശിഖ മാർച്ചായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? അത് വിമോചന സമരത്തിന്റെ ഭാഗമായി നടന്ന മാർച്ചാണ്. ലിബറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി നടന്ന മാർച്ചാണ്. വർഷം 1959 ജൂൺ 12. 1959 ജൂൺ 12. എവിടം തൊട്ട് എവിടം വരെയായിരുന്നു? അങ്കമാലി ടു തിരുവനന്തപുരം. അങ്കമാലി ടു തിരുവനന്തപുരം. അപ്പൊ സവർണ ജാഥ എവിടം തൊട്ട് എവിടം വരെയായിരുന്നു? വൈക്കം ടു തിരുവനന്തപുരം അല്ലെ. എന്നിട്ട് സേതു ലക്ഷ്മി ബായിനെ കണ്ടത്. ഓക്കെ. അപ്പൊ ജീവശിഖ മാർച്ച് അങ്കമാലി ടു തിരുവനന്തപുരം. എന്തിനെതിരെയായിരുന്നു? എഡ്യൂക്കേഷണൽ ബില്ല്. ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന എഡ്യൂക്കേഷണൽ ബില്ലിന് എതിരെയായിരുന്നു ജീവശിഖ മാർച്ച്. The only social reformer to speak in Malayalam in Oxford University. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മലയാളത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരേ ഒരു സോഷ്യൽ റിഫോമർ ആണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ഗോഡ് പത്മഭൂഷൺ ഇൻ 1966. 1966 അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. മന്നം ഷുഗർ മിൽ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് പന്തളം. മന്നം ഷുഗർ മിൽ എവിടെയാണുള്ളത്? പന്തളം. പന്തളത്ത് നമ്മൾ ഒരു പോയിന്റ് കൂടി പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ, NSS ഹോസ്പിറ്റൽ എവിടെയായിരുന്നു? പന്തളം. കോളേജ് എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി. സ്കൂൾ എവിടെയായിരുന്നു? കറുകച്ചാലി. ഹോസ്പിറ്റലും ഷുഗർ മിൽ എവിടെയാണ്? പന്തളം.
കേരള ഗവൺമെന്റ് ഡിക്ലെയർഡ് മന്നം ജയന്തി. എന്നാണ് മന്നം ജയന്തി ഡിക്ലെയർ ചെയ്തത്? 2014. ഫസ്റ്റ് വുമൺ ടു ബിക്കം എ മെമ്പർ ഓഫ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഫസ്റ്റ് വുമൺ ടു ബിക്കം എ മെമ്പർ ഓഫ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആരാണ്? തോട്ടക്കാട്ട് മാധവിയമ്മ. മന്നത്ത് പത്മനാഭന്റെ വൈഫാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഫസ്റ്റ് വുമൺ മെമ്പർ ആയിട്ടുള്ളത്. The organization established by മന്നത്ത് പത്മനാഭൻ with the help of R. ശങ്കർ. ഏതാണ്? ഹിന്ദു മഹാമണ്ഡലം. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടി ഫൗണ്ടഡ് ബൈ മന്നത്ത് പത്മനാഭൻ ആൻഡ് ആർ ശങ്കർ ആണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. അപ്പൊ ഈ രണ്ടുപേരും ആർ ശങ്കറായിട്ട് ഒന്നിച്ച് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഹിന്ദു മഹാമണ്ഡലം. പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ഓർഗനൈസേഷൻ ഏതാണ്? ഹിന്ദു മഹാമണ്ഡലം. മുതുകുളം സ്പീച്ച് കൺഫ്യൂസിങ് ഫാക്ട് ആണ്. മുതുകുളം സ്പീച്ച് നടത്തിയിട്ടുള്ളത് 1947 നടത്തിയിട്ടുള്ളത് മന്നത്ത് പത്മനാഭനും. കോഴഞ്ചേരി സ്പീച്ച് സി കേശവനും. 1935 സി കേശവനും. എങ്ങനെ ഓർത്തു വെക്കുക? മുതുകുളത്തിൽ എം ഉണ്ട്, മന്നത്ത് പത്മനാഭനിലും എം ഉണ്ട് അല്ലെ. അപ്പൊ മുതുകുളം മന്നത്ത് പത്മനാഭൻ, മുതുകുളം മന്നത്ത് പത്മനാഭൻ. കോഴഞ്ചേരിയിൽ കെ ഉണ്ട്, കേശവനിലും കെ ഉണ്ട് അല്ലെ. അപ്പൊ കോഴഞ്ചേരി കേശവൻ ആലോചിക്കുക. കോഴഞ്ചേരി കേശവൻ. മുതുകുളം മന്നത്ത് പത്മനാഭൻ, കോഴഞ്ചേരി കേശവൻ. ഓക്കെ. ഇനി മേജർ വർക്ക്സ് ഏതൊക്കെയാണ്? പഞ്ചകല്യാണി നിരൂപണം, അവർ FMS യാത്ര. FMSന്റെ ഫുൾ ഫോം ഫെഡറേറ്റഡ് മലയാളി സ്റ്റേറ്റ്സ് എന്നാണ്. അവർ FMS യാത്ര, സ്നേഹലത. സ്നേഹലത ഒരു നോവലാണ്. അപ്പൊ 3 വർക്ക്സ് ഓർത്ത് വയ്ക്കുക. പഞ്ചകല്യാണി നിരൂപണം മന്നത്ത് പത്മനാഭന്റെ 3 വർക്ക്സ് ആണ്. പഞ്ചകല്യാണി നിരൂപണം, അവർ FMS യാത്ര, ഞങ്ങളുടെ FMS യാത്ര, സ്നേഹലത. സ്നേഹലത. ഇനി ഓട്ടോബയോഗ്രഫി ആണ് എന്റെ ജീവിത സ്മരണകൾ. അതിന് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുണ്ട്. റെമിനിസെൻസ് ഓഫ് മൈ ലൈഫ്. റെമിനിസെൻസ് ഓഫ് മൈ ലൈഫ്. എന്റെ ജീവിത സ്മരണകൾ. അപ്പൊ മേജർ വർക്ക്സ് ഏതൊക്കെയായിരുന്നു? പഞ്ചകല്യാണി നിരൂപണം, അവർ FMS യാത്ര, സ്നേഹലത. ഓട്ടോബയോഗ്രഫി ഏതായിരുന്നു? എന്റെ ജീവിത സ്മരണകൾ, അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷിൽ പറയാ? റെമിനിസെൻസ് ഓഫ് മൈ ലൈഫ്. റെമിനിസെൻസ് ഓഫ് മൈ ലൈഫ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റീസൺ ഫോർ ജീവശിഖ യാത്ര. എന്തായിരുന്നു ജീവശിഖ യാത്ര? വിമോചന സമരമായിട്ട് ബന്ധപ്പെട്ട് 1959 EMS സർക്കാരിനെതിരെ നടന്ന ജീവശിഖ യാത്രയുടെ റീസൺ എന്തായിരുന്നു? എഡ്യൂക്കേഷൻ ബില്ലായിരുന്നു അല്ലെ. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എഡ്യൂക്കേഷൻ. ഹു കണ്ടക്ടഡ് ദ സവർണ ജാഥ ഇൻ കണക്ഷൻ വിത്ത് ദ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ ഇവിടെ തൊട്ട് എവിടം വരെയായിരുന്നു? വൈക്കം ടു തിരുവനന്തപുരം. എന്നിട്ട് ഡിമാൻഡ് കൊടുത്തത് ആർക്കാണ്? സേതുലക്ഷ്മി പായ്ക്ക്. വർഷം ഏതായിരുന്നു? 1924. സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. NSS was formed on which organization model? ഏത് ഓർഗനൈസേഷന്റെ മോഡലാണ് NSS ഉണ്ടായിട്ടുള്ളത്? ഗോപാലകൃഷ്ണയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. In which year was NSS established? ഏത് വർഷമാണ്? 1914. October 31 October 31, 1914. ഫൗണ്ടർ ഓഫ് NSS ആരാണ്? മന്നത്ത് പത്മനാഭൻ. NSSന്റെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും പ്രസിഡന്റ് ആണ് ആര്? കെ കേളപ്പൻ. ഫൗണ്ടറും സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആണ് കെ കേളപ്പൻ ട്ടോ. അപ്പൊ തിരിഞ്ഞു പോകരുത്. ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS? ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഹു ഫോംഡ് ദ നായർ ഭൃത്യജന സംഘം? നായർ ഭൃത്യജന സംഘം NSSന്റെ ആദ്യകാല നാമമാണ് നായർ ഭൃത്യജന സംഘം. അത് ഫോം ചെയ്ത ആരെന്നെയായിരിക്കും? മന്നത്ത് പത്മനാഭൻ. ഹു ഡിഡ് ജീവശിഖ യാത്ര? ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓട്ടോബയോഗ്രഫി ഓഫ് മന്നത്ത് പത്മനാഭൻ. എന്റെ ജീവിത സ്മരണകൾ, അല്ലെങ്കിൽ എന്താ പറയാ? റെമിനിസെൻസ് ഓഫ് മൈ ലൈഫ്. ഹു ഈസ് നോൺ ആസ് മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള? കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഹു ഈസ് നോൺ ആസ് ഭാരത കേസരി? മന്നത്ത് പത്മനാഭൻ. ദ സോഷ്യൽ റിഫോമർ ഓഫ് കേരള ഹു ഓപ്പൺഡ് ഹിസ് ഫാമിലി ടെമ്പിൾ ഫോർ എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ. എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ടെമ്പിള്, ഫാമിലി ടെമ്പിൾ തുറന്നു കൊടുത്തത് ആരാണ്? എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാരണമാണ് കേട്ടോ. അപ്പൊ മനസ്സിലാവാത്തവരെ ഒന്നുകൂടി ബാക്ക് അടിച്ചു പോവുക, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട്
അതിന്റെ ഉത്തരം നോക്കുക. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത നവോത്ഥാന നായകനുമായിട്ട് കാണാം. താങ്ക് യു.